ഹായ് ഓൾ, മെഡിക്കൽ കോഡിംഗ് CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ്. ഓക്കെ, നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ CPT-യിലെ അനസ്തേഷ്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. യെസ്, അനസ്തേഷ്യ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം. അനസ്തേഷ്യ കോഡ്സുകൾ എന്ന് പറഞ്ഞാൽ 0 സീരീസ് കോഡുകളാണ് അനസ്തേഷ്യ കോഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ അനസ്തേഷ്യ കോഡ്സ് നമ്മൾ ആരാണ് അനസ്തേഷ്യ കോഡ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ സർവീസിനാണ് നമ്മൾ അനസ്തേഷ്യ കോഡ് കൊടുക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ആരാണ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുക? അനസ്തേഷ്യോളജിസ്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ CRNAയോ അല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റിന്റെ അസിസ്റ്റന്റോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ അനസ്തേഷ്യ കൊടുക്കുന്നത്. അതായത് സർജൻ അല്ലാതെ വേറൊരാള് അനസ്തേഷ്യോളജിസ്റ്റോ CRNAയോ അനസ്തേഷ്യോളജിസ്റ്റ് അസിസ്റ്റന്റോ അനസ്തേഷ്യ കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യന്റെ 0 സീരീസ് കോഡ് ഇവരുടെ സർവീസിന് നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ആദ്യം മനസ്സിലാക്കുക. 0 സീരീസ് കോഡ് അനസ്തേഷ്യ സർവീസിന് അനസ്തേഷ്യോളജിസ്റ്റ് ഓർ CRNAക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സോ ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യക്കാണ് നമ്മൾ ഈ കോഡ് കൊടുക്കുന്നത്? നമുക്ക് പല ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഉണ്ട്. ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ, മാക് പ്രൊസീജിയർ, മോഡറേറ്റ് സഡേഷൻ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഉണ്ട്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ്ലി അനസ്തേഷ്യ കോഡ് കൊടുത്തിട്ട് ബില്ല് ചെയ്യേണ്ട അനസ്തേഷ്യ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ലോക്കൽ അനസ്തേഷ്യ നമ്മൾ 0 സീരീസ് കോഡ് കൊടുക്കാൻ പാടില്ല. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഓൾറെഡി സർജറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് നമ്മൾ പല്ല് പറിക്കാൻ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലോക്കൽ അനസ്തേഷ്യ ആ ഒരു സൈറ്റിൽ കൊടുക്കുന്ന അനസ്തേഷ്യ ആണ് ലോക്കൽ അനസ്തേഷ്യ. ഒരിക്കലും ലോക്കൽ അനസ്തേഷ്യക്ക് 0 സീരീസ് കോഡ് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മളെ എക്സാമിന് തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, അതേപോലെ റീജിയണൽ, ജനറൽ, മാക് പ്രൊസീജിയേഴ്സിന് നമുക്ക് 0 സീരീസ് കോഡ് കൊടുക്കാം. മോഡറേറ്റ് സഡേഷൻസ് കോഡുകളാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലാണ് 9 സീരീസ് കോഡാണ് മോഡറേറ്റ് സഡേഷന് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യക്കാണ് അനസ്തേഷ്യന്റെ കോഡ് സെപ്പറേറ്റ്ലി കൊടുക്കേണ്ടത്. ലോക്കൽ അനസ്തേഷ്യ അല്ലാതെ ബാക്കിയുള്ള അനസ്തേഷ്യക്ക് അനസ്തേഷ്യന്റെ കോഡ് കൊടുക്കാം. ഒരിക്കലും ലോക്കൽ അനസ്തേഷ്യക്ക് അനസ്തേഷ്യ കോഡ് റിപ്പോർട്ട് ചെയ്യരുത്. ഇനി ഈ ലോക്കൽ അനസ്തേഷ്യന്റെ കേസിൽ ഈ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുക സർജൻ തന്നെ ആയിരിക്കും. ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, സർജന്റ് മീൻസ് അനസ്തേഷ്യ കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് സർജറി കോഡ് തന്നെ കൊടുത്താൽ മതി. സർജറിയിൽ അനസ്തേഷ്യ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ അനസ്തേഷ്യ ലോക്കൽ അനസ്തേഷ്യ അല്ലാതെ ജനറൽ അനസ്തേഷ്യോ റീജിയണൽ അനസ്തേഷ്യോ ഒക്കെ ചിലപ്പോൾ സർജൻ തന്നെ കൊടുക്കും. ആരില്ലാത്ത സമയത്ത്, അനസ്തേഷ്യോളജിസ്റ്റ് അവൈലബിൾ അല്ലാത്ത സമയത്ത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അവിടെ ഒരിക്കലും ശ്രദ്ധിക്കുക, അവിടെ അനസ്തേഷ്യ കോഡിന്റെ ആവശ്യമേ ഇല്ല. ലോക്കൽ അനസ്തേഷ്യ റീജിയണൽ അനസ്തേഷ്യ ആണെങ്കിലും ജനറൽ അനസ്തേഷ്യ ആണെങ്കിലും സർജൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ആരുടെ ആവശ്യമില്ല, അനസ്തേഷ്യ കോഡിന്റെ ആവശ്യമില്ല. സർജറി കോഡ് കൊടുക്കുക വിത്ത് മോഡിഫയർ 47 കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സർജറി കോഡ് റിപ്പോർട്ട് ചെയ്യുക, 47 കൊടുക്കുക. ഒരിക്കലും സർജൻ ആണ് അനസ്തേഷ്യ കൊടുത്തതെങ്കിൽ, ജനറൽ അനസ്തേഷ്യ ആയിക്കോട്ടെ റീജിയണൽ അനസ്തേഷ്യ ആയിക്കോട്ടെ, അവിടെ പിന്നെ നമ്മൾ അനസ്തേഷ്യ കോഡ് റിപ്പോർട്ട് ചെയ്യരുത്. ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം, ഒരിക്കലും അനസ്തേഷ്യ കോഡിന്റെ കൂടെ ഏത് മോഡിഫയർ വരില്ല എന്നുള്ളതാണ്. 51 മോഡിഫയർ നമുക്ക് അനസ്തേഷ്യ കോഡിന്റെ കൂടെ ഒരിക്കലും വരില്ല എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അനസ്തേഷ്യ കോഡ് ഒരു സെഷനിൽ ഒറ്റ കോഡേ കൊടുക്കാൻ പാടും. നിങ്ങൾക്ക് 2 അതിൽ കൂടുതലോ അനസ്തേഷ്യ കോഡ് ഒരു സെഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കണ്ണുപൂട്ടി എലിമിനേറ്റ് ചെയ്യാം. കാരണം ചിലപ്പോൾ ഒരു അനസ്തേഷ്യ കൊടുത്തിട്ട് ഒന്നിൽ കൂടുതൽ പ്രൊസീജിയർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, മൾട്ടിപ്പിൾ പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു അനസ്തേഷ്യ കൊടുത്ത് മൾട്ടിപ്പിൾ പ്രൊസീജിയർ ചെയ്യുന്നെങ്കിൽ ഏതാണോ മേജർ പ്രൊസീജിയർ ആ പ്രൊസീജിയറിന്റെ അനസ്തേഷ്യ കോഡ് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും 2 മോഡിഫയർ അനസ്തേഷ്യ കോഡ് കൊടുത്തിട്ട് അതിന്റെ കൂടെ 51 മോഡിഫയർ അങ്ങനെ ഒരു കേസേ വരില്ല. അപ്പൊ അങ്ങനെ കേസ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, അനസ്തേഷ്യ നമ്മൾ കൊടുത്തിട്ട് ഒരു സർജറി ചെയ്യും. സർജറിക്ക് ശേഷം വീണ്ടും ആ ഒരു സർജറിക്ക് ശേഷമുള്ള പെയിന് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ എപ്പിഡ്യൂറൽ പോലെയുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും നേരത്തെ സർജറിയിൽ ചെയ്ത അനസ്തേഷ്യയിൽ ഇൻക്ലൂഡഡ് അല്ല. അതാണ് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെന്റ് സെപ്പറേറ്റ്ലി ബില്ലബിൾ ഫ്രം പ്രൈമറി മീൻസ് അനസ്തേഷ്യ പെർഫോംഡ് ബൈ ദി അനസ്തേഷ്യ പ്രൊവൈഡർ. ഒരു സർജറിക്ക് വേണ്ടി ഒരു അനസ്തേഷ്യ ചെയ്താൽ അത് വേറെ സർവീസ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനുശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എപ്പിഡ്യൂറൽ പോലെയുള്ള അനസ്തേഷ്യ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി തന്നെ ബില്ല് ചെയ്യേണ്ട ഒരു സർവീസ് ആണ്.
ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെന്റ് കോഡുകൾ അധികവും നമുക്ക് 6 സീരീസിന്റെ കോഡുകളായിരിക്കും വരുന്നത്. അതും ഒന്നും മൈൻഡിൽ ഉണ്ടായിരിക്കാം കേട്ടോ. എപ്പിഡ്യൂറൽ പോലെയുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെന്റിന്റെ കോഡ് 6 സീരീസ് കോഡുകളായിരിക്കും വരുന്നത്. പിന്നെ അനസ്തേഷ്യ സർവീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർവീസുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ BP മോണിറ്റർ ചെയ്യുന്നത്, ECG, അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നത്, പൾസ് മോണിറ്റർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനസ്തേഷ്യയിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്ത് നിർത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ പേഷ്യന്റിന്റെ BPയും അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റും ഹാർട്ട് റേറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അനസ്തേഷ്യന്റെ കൂടെ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഒരു അനസ്തേഷ്യ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 സർവീസസ് സെപ്പറേറ്റ്ലി ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ്ലി കൊടുക്കണം. ഏതൊക്കെയാണ് ഈ 3 സർവീസ്? ഇതൊരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ആർട്ടീരിയൽ ലൈൻ, ഇൻട്രാ ആർട്ടീരിയൽ ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ വീനസ് കത്തീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഷാൻ ഗാൻ കത്തീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൾമനറി ആർട്ടറി കത്തീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അനസ്തേഷ്യന്റെ കൂടെ ഇവര് 3 ഏതെങ്കിലും ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർവീസുകൾ നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും അനസ്തേഷ്യയിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത സർവീസ് ആണ് ഈ 3 സർവീസ്. ഇതും നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട സർവീസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ മോഡിഫയേഴ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ പറ്റുന്നത് എക്സാമിന് ഈ അനസ്തേഷ്യ മോഡിഫയർ വെച്ചിട്ടായിരിക്കും. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നത് ചിലപ്പോൾ അനസ്തേഷ്യോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ CRNA ആവാം. സർട്ടിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സ് അനസ്തറ്റിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CRNA എന്ന് പറയുന്നത്. അപ്പോൾ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസ് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെ സർവീസ് റിപ്പോർട്ട് ചെയ്യാൻ പറയും. മോൾ എന്തൊക്കെയോ സർവീസ് ചെയ്തു എന്ന് പറയും. ഒരാള് സർജറി ചെയ്തു, അനസ്തേഷ്യോളജിസ്റ്റ് കൊടുത്തു എന്നൊക്കെ പറയും. താഴെ നിങ്ങളെടുത്ത് പറയുന്നത് സർജന്റെ സർവീസ് റിപ്പോർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ കോഡ് ഓൺലി സർജറി. അനസ്തേഷ്യ സർവീസ് മാത്രം റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ കോഡ് ഓൺലി അനസ്തേഷ്യ സർവീസ്. എപ്പോഴും എക്സാമിന്, CPC എക്സാമിന് നിങ്ങൾക്ക് നമ്മളെ മാക്സിമം തെറ്റിക്കാൻ നോക്കും. കാരണം നിങ്ങൾ എപ്പോഴും ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പോർഷൻ എപ്പോഴും റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മോഡിഫയേഴ്സ് ആണ് AA, AD, QK, QY. ഓക്കെ, AA, AD, QK, QY എന്നുള്ളത് അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് റിപ്പോർട്ട് ചെയ്യുന്ന മോഡിഫയർ ആണ്. CRNA സർവീസ് നിങ്ങളെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫയേഴ്സ് ആണ് QX, QZ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അനസ്തേഷ്യോളജിസ്റ്റ് ഒറ്റയ്ക്ക് ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുകയാണെങ്കിൽ അവിടെ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് AA എന്ന് പറയുന്നത്. അനസ്തേഷ്യോളജിസ്റ്റ് ഡയറക്ട്ലി ആ പേഷ്യന്റിന് എന്ത് കൊടുത്തു, അനസ്തേഷ്യ കൊടുത്താൽ റിപ്പോർട്ട് ചെയ്യുന്ന മോഡിഫയർ ആണെന്ന് ഈ പറയുന്ന AA എന്ന് പറയുന്ന മോഡിഫയർ. നെക്സ്റ്റ് മോഡിഫയർ ആണ് നമ്മളുടെ QY എന്ന് പറയുന്ന മോഡിഫയർ. അതായത് ഇവിടെ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടാവും. പക്ഷെ ആ അനസ്തേഷ്യോളജിസ്റ്റ് ആയിരിക്കില്ല പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്നത്. ഈ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ആരെ ഡയറക്ട് ചെയ്യും, CRNA ഡയറക്ട് ചെയ്ത് CRNA ആയിരിക്കും പേഷ്യന്റിന് എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത്. ഇത് പേഷ്യന്റ് ആണ്, പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്നത് ആരായിരിക്കും, CRNA ആയിരിക്കും. പക്ഷെ ഇത് ഡയറക്ട് ചെയ്യുന്നത് ആരായിരിക്കും, അനസ്തേഷ്യോളജിസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ അനസ്തേഷ്യോളജിസ്റ്റിനും പേയ്മെന്റ് കിട്ടണം, CRNAക്കും പേയ്മെന്റ് കിട്ടണം. അപ്പൊ ഇവരുടെ ഇപ്പൊ ഒരു $100 ആണ് പേയ്മെന്റ് എങ്കിൽ പകുതി CRNAക്കും പകുതി അനസ്തേഷ്യോളജിസ്റ്റിനുമാണ് പോവാം. അപ്പൊ ഈ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ഒരു CRNA ഡയറക്ട് ചെയ്തു എന്ന് കാണിക്കാൻ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസ് റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോഴാണ് നിങ്ങൾ അനസ്തേഷ്യ കോഡിന്റെ കൂടെ ഏത് മോഡിഫയർ യൂസ് ചെയ്യേണ്ടത്, QY എന്ന് പറയുന്ന മോഡിഫയർ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ചില കേസിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇപ്പൊ ഒരു അനസ്തേഷ്യോളജിസ്റ്റിന് തന്നെ 2, 3, 4 കേസസ് CRNA ഡയറക്ട് ചെയ്യും. അതായത് ഇവിടെ ഒരു 3 പേഷ്യന്റ് ഉണ്ടായിരിക്കും വിചാരിക്കുക. ഈ 3 പേഷ്യന്റിനും അനസ്തേഷ്യ കൊടുക്കുന്നത് 3 CRNA ആയിരിക്കും. ഓക്കെ, ഈ 3 CRNAനെയും ആര് ഡയറക്ട് ചെയ്തോളും, അനസ്തേഷ്യോളജിസ്റ്റ് ഡയറക്ട് ചെയ്യും. അങ്ങനെ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് 2, 3, 4 CRNA ഡയറക്ട് ഒരുമിച്ചാണ് കൺകറന്റ് ആയിട്ട് ഒരുമിച്ച് ഡയറക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട മോഡിഫയർ QK എന്ന് പറയുന്ന മോഡിഫയർ ആണ്. ഓക്കെ, ഒരാളെ ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ QYയും 2, 3, 4 ആളെ ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ QKയും. ഇനി 4ൽ കൂടുതൽ ആവുമ്പോൾ നമുക്ക് ഡയറക്ട് ചെയ്യാന്ന് പറയില്ല, ശ്രദ്ധ നമുക്ക് അത്ര കിട്ടില്ല അല്ലെ. ഒരു 5 ആൾക്കാർ 6 CRNA ഒക്കെ ഒരുമിച്ച് ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 5 അതിൽ കൂടുതലോ ആൾക്കാരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട മോഡിഫയർ AD ആണ്. ഓക്കെ, അനസ്തേഷ്യോളജിസ്റ്റ് ഒറ്റയ്ക്ക് പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുകയാണെങ്കിൽ AA,
ഒരു CRNന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യന്റിനെ ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ QI, 2, 3, 4 CRNനെ ഡയറക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ QK, അതേപോലെ തന്നെ 5 അതിൽ കൂടുതലോ CRNനെ ഡയറക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ADM കൊടുക്കാം. മനസ്സിലാക്കുക, ഇതെല്ലാം അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിനാണ്. പക്ഷെ ഇവിടെയൊക്കെ അനസ്തേഷ്യ കൊടുത്തതാരാണ്? CRNA അല്ലേ. അപ്പൊ CRNAക്കും പൈസ കിട്ടണ്ടേ? യെസ്, കിട്ടണം. അങ്ങനെയാണെങ്കിൽ CRNA സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന മോഡിഫയർ ആണ്. CRNA സർവീസ് ചിലപ്പം ആരുടെ ഡയറക്ഷനും ഇല്ലാതെ സ്വന്തം അനസ്തേഷ്യ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് QZ ആണ്. ഈ പറഞ്ഞതുപോലെ അനസ്തേഷ്യ ഒരാളുടെ മീൻസ് ഒരു അനസ്തേഷ്യന്റെ സർവീസ് അനസ്തേഷ്യോളജിസ്റ്റിന്റെ ഡയറക്ഷനോട് കൂടിയിട്ട് CRNA എന്ത് ചെയ്യാണ് പേഷ്യന്റിന് കൊടുക്കുകയാണെങ്കിൽ CRNA സർവീസിന് നമ്മൾ എന്ത് ചെയ്യാം? QX മോഡിഫയർ കൊടുക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ട്. ആ അനസ്തേഷ്യോളജിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, 2 CRNA ഡയറക്ട് ചെയ്യുന്നുണ്ട്. 2 പേഷ്യന്റ്, ഈ CRNA ഒരു പേഷ്യന്റിനും രണ്ടാമത്തെ CRNA രണ്ടാമത്തെ പേഷ്യന്റിനും അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. ഇവിടെ അനസ്തേഷ്യോളജിസ്റ്റിന്റെ സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട മോഡിഫയർ ഏതായിരിക്കും? QK ആയിരിക്കും അല്ലെ. പിന്നെ CRNA സർവീസ്, ഈ 2 CRNA സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട മോഡിഫയർ ഏതായിരിക്കും? CRNA അനസ്തേഷ്യോളജിസ്റ്റിന്റെ ഡയറക്ഷനോട് കൂടിയിട്ടാണ് പേഷ്യന്റിന് കൊടുക്കുന്നത്. അപ്പൊ CRNA സർവീസിന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ 2 ഓപ്ഷനേ ഉള്ളൂ, QX അല്ലെങ്കിൽ QY. അപ്പൊ QX വിത്ത് ഡയറക്ഷനും QY എന്ന് പറയും QZ ആണ്. QZ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഡയറക്ഷനുമാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക ആരുടെ സർവീസ് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇത് അനസ്തേഷ്യക്ക് മാത്രം കൊടുക്കുന്ന മോഡിഫയേഴ്സ് ആണ്. ഇത് ബാക്കിയുള്ള കേസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ അനസ്തേഷ്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 6 മോഡിഫയേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ. ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന മോഡിഫയർ ആണത്. ഇത് ആദ്യം മനസ്സിലാക്കുക. ഇത് എങ്ങനെയായിരിക്കും നമ്മളെ തെറ്റിക്കുക എന്ന് പറഞ്ഞാല്, ഈ ഒരു മോഡിഫയർ അനസ്തേഷ്യ കോഡിന്റെ കൂടെ മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ നമ്മൾ എങ്ങനെ തെറ്റിക്കും? ഒരു പേഷ്യന്റിന് സർജറി ചെയ്തു. ആ സർജറി ചെയ്ത പേഷ്യൻസിന് ഒരു നോർമൽ ഹെൽത്തി പേഷ്യന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ P1 P2 സർജറി കോഡിന്റെ കൂടെ കാണിക്കും. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ഈ അനസ്തേഷ്യന്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ ഒക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. പക്ഷെ മനസ്സിലാക്കുക, കോഡ് ഓൺലി വിത്ത് അനസ്തേഷ്യ കോഡ്. സർജറി കോഡിന്റെ കൂടെ ഒന്നും ഹെൽത്തി പേഷ്യന്റ് ആണെന്നോ മൈൽഡ് സിസ്റ്റമിക് ഡിസീസ് ഉണ്ടെന്നോ കണ്ടാലൊന്നും P1 P2 ഒന്നും കൊടുക്കാൻ പാടില്ല. അത് മനസ്സിലാക്കാം. പിന്നെ P1 എന്ന് പറഞ്ഞാൽ ഹെൽത്തി പേഷ്യന്റിനാണ്. P2 എന്ന് പറഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള സിസ്റ്റമിക് ഡിസീസ്, അൺകൺട്രോൾഡ് അല്ല, കൺട്രോൾഡ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള കണ്ടീഷൻസിൽ. P3 സിവിയർ സിസ്റ്റമിക് ഡിസീസ് ആണ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള കേസ് വരുന്ന കേസിലാണ്. അതേപോലെ തന്നെ P4 എന്ന് പറയുമ്പോൾ സിവിയർ സിസ്റ്റമിക് ഡിസീസ്, കോൺസ്റ്റന്റ് ത്രെഡ് ടു ലൈഫ്, നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള സിവിയർ സിസ്റ്റമിക് ഡിസീസ് ആയിരിക്കും. അതുപോലെ P5 എന്ന് പറയുമ്പോൾ മോർബിഡ് പേഷ്യൻസിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കാരണം സർജറി ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കേസ് ആയിരിക്കും അത്. അതേപോലെ തന്നെ P6 എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഡെഡ് പേഷ്യന്റ്, മെയിൻലി നമ്മൾ ബ്ലഡ് ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ബ്രെയിൻ ഡെഡ് പേഷ്യന്റ് വരുന്നത് അല്ലെ. സോ അങ്ങനത്തെ കേസിൽ ഈ ഒരു ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയറും നമുക്ക് കാണിക്കാം. ഇതിന് ഒരു യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. P1 നും P2 P3 ഈ കേസിൽ ഈ യൂണിറ്റ് നമുക്ക് അനസ്തേഷ്യ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അനസ്തേഷ്യന്റെ കൂടെ മാത്രം ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ക്വാളിഫൈങ് സർക്കംസ്റ്റൻസ് കോഴ്സുകളുണ്ട്. അതായത് ഇതും മനസ്സിലാക്കുക. ഒരിക്കലും ഒരു 70 വയസ്സിന് മുകളിലുള്ള പേഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ ഒരു സർജറി കോഡിന്റെ കൂടെ ഈ ഒരു ആഡ് ഓൺ കോഡ് ഒരിക്കലും കൊടുക്കരുത്. ഇത് വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരും. കോഡ് ഓൺലി വിത്ത് അനസ്തേഷ്യ കോഡ്, അതും മനസ്സിലാക്കി വെക്കാം. ഇതിൽ 99100 എന്ന് പറയുന്ന കോഡ് പേഷ്യന്റിന്റെ ഏജ്, അതായത് ഏതാണ് 1 ഇയറിൽ താഴെയോ 70 വയസ്സിന് മുകളിലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അവരുടെ ഏജ് ഇമ്പോർട്ടന്റ് ആണ്. 1 ഇയർ ആണെങ്കിലും 70 വയസ്സാണെങ്കിലും നിങ്ങൾ കൊടുക്കണ്ട. അതിന് താഴെയും മുകളിലും ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിക്ക് എങ്ങനെയായിരിക്കും അറിയോ, ഒരു 13 മന്ത് ഓൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മൈൻഡിൽ അത് ചെറിയ കുട്ടിയാണ്, 1 വയസ്സിന് താഴെ ആയിരിക്കും. പക്ഷെ ഒരു 13 മന്ത് എന്ന് പറയുമ്പോൾ അത് 1 വയസ്സിന് മുകളിലായി. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം CPC എക്സാമിന് തെറ്റിക്കാൻ നോക്കും. അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, മനസ്സിലാക്കി വെക്കാം. പിന്നെ ഓൾറെഡി ചില കോഴ്സ് 1 വയസ്സിന് താഴെയുള്ള കോഴ്സുകളാണെന്നുണ്ടാവും. അനസ്തേഷ്യ കോഡിൽ തന്നെ യങ്ങർ ദാൻ 1 ഇയർ എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ക്വാളിഫൈങ് സർക്കംസ്റ്റൻസ് കോഡ് ആയിട്ടുള്ള 99100 എന്നുള്ള കോഡ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ ക്വാളിഫൈങ് സർക്കംസ്റ്റൻസിന് നമുക്ക് ഓരോ യൂണിറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനസ്തേഷ്യ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഏജിന്റെ ക്വാളിഫൈങ് സർക്കംസ്റ്റൻസ് കോഡ് ഉണ്ട്. അതേപോലെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പോതെർമിയ വരുന്ന കേസിൽ, കോംപ്ലിക്കേറ്റിംഗ് ഹൈപ്പോതെർമിയന്റെ കേസിൽ 9911
6 വരുന്നുണ്ട്. 99135 ആണ് കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷന്റെ കേസിൽ. 99140 എന്ന് പറഞ്ഞാൽ എമർജൻസി കണ്ടീഷന്റെ കേസിൽ. ഒരു എമർജൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറിയോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതേ ഒരു കാര്യം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ഒരു എമർജൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് CPC എക്സാമിന് വരികയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, അതേ ഡെഫിനേഷൻ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയമാക്കി വെക്കുക എന്നുള്ളത്, വെറുതെ നിങ്ങൾ നോട്ട്സും കാര്യങ്ങളും എഴുതി സമയം കളയാതെ ടെക്സ്റ്റ് ബുക്ക് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. പഠിക്കാൻ മീൻസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അറ്റ് ലാസ്റ്റ് ഇവിടെ ഒരിക്കലും ഞാൻ അനസ്തേഷ്യന്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സും കാര്യങ്ങളും മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പൊ ജസ്റ്റ് അനസ്തേഷ്യ ചാർജ് കണ്ടുപിടിക്കുക. അനസ്തേഷ്യ ചാർജ് എന്ന് പറയുമ്പോൾ അനസ്തേഷ്യ സർവീസിന് എത്ര പേയ്മെന്റ് കൊടുക്കാന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ ആയിട്ടുള്ള ചാർജ് ഈസ് ഈക്വൽ ടു ബേസ് യൂണിറ്റ് പ്ലസ് ടൈം യൂണിറ്റ് പ്ലസ് മോഡിഫൈ യൂണിറ്റ് ഇൻടു കൺവേർഷൻ ഫാക്ടർ. അതായത് ഈ അനസ്തേഷ്യ ചാർജ് എന്ന് പറഞ്ഞാൽ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ അനസ്തേഷ്യ കോഡിന് ഓരോ ബേസ് യൂണിറ്റ് ഒരു ഫിക്സ്ഡ് യൂണിറ്റ് ഉണ്ട്. ടൈം യൂണിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ടോട്ടൽ 15 മിനിറ്റ് ആണ് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം യൂണിറ്റ് കിട്ടാൻ ടോട്ടൽ അനസ്തേഷ്യ ടൈം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 15 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ നമുക്ക് ടൈം യൂണിറ്റ് കിട്ടും. അപ്പൊ അനസ്തേഷ്യ ടൈം എന്ന് പറഞ്ഞാല് അനസ്തേഷ്യോളജിസ്റ്റ് അനസ്തേഷ്യ കൊടുക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത് തൊട്ടിട്ട് ആ പേഷ്യന്റിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി റൂമിലേക്ക് മാറ്റുന്നത് വരെയാണ് അനസ്തേഷ്യ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അനസ്തേഷ്യ കൊടുക്കാൻ തുടങ്ങുന്നത് തൊട്ടിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലേക്ക് മാറ്റുന്നത് വരെ. പക്ഷെ ചിലപ്പം നമുക്ക് ടൈം കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരിക്കലും സർജറി കഴിഞ്ഞ ടൈം അല്ല, സർജറിയും കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലേക്ക് മാറ്റുന്ന വരെയുള്ള ടൈം അനസ്തേഷ്യ ടൈം ആയിട്ട് കണക്കാക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9 മണിക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പ്രിപ്പയർ ചെയ്തു, 9:05 സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 9 മണിയാണ് സ്റ്റാർട്ടിംഗ് ടൈം ആയിട്ട് എടുക്കേണ്ടത്. സർജറി ചിലപ്പോൾ 9:30 കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ 9:45 നമ്മൾ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നത്. അപ്പൊ 3:45 എൻഡിങ് ടൈം ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അനസ്തേഷ്യ ടൈമിൽ ഒരിക്കലും പ്രീ അനസ്തേഷ്യ അസസ്മെന്റ് ടൈം എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ട്, അത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, അനസ്തേഷ്യ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി റൂമിലേക്ക് മാറ്റിയിട്ടും അനസ്തേഷ്യോളജിസ്റ്റ് ഈ പേഷ്യന്റിന് വേണ്ടി എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും അനസ്തേഷ്യ ടൈം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് വീണ്ടും ഈ അനസ്തേഷ്യ ടൈമിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരിക്കലും പ്രീ അനസ്തേഷ്യ അസസ്മെന്റ് ടൈം അനസ്തേഷ്യ ടൈമിൽ ഇൻക്ലൂഡഡ് അല്ല. അനസ്തേഷ്യ ഒക്കെ കൊടുത്ത അവസാനം കഴിഞ്ഞിട്ടും ആ ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ആ പേഷ്യന്റിന് വേണ്ടി എക്സ്ട്രാ ടൈം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അനസ്തേഷ്യ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. പിന്നെ മോഡിഫൈങ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാറ്റസും ക്വാളിഫൈങ് സർക്കംസ്റ്റൻസ് കോഡും നമുക്ക് കുറച്ച് യൂണിറ്റ് പഠിച്ചിട്ടില്ലേ. ഇപ്പൊ പേഷ്യന്റിന് നമ്മൾ പറയാണ് ഒരു സിവിയർ സിസ്റ്റമിക് ഡിസീസ് ഉണ്ട്, അപ്പൊ നമുക്ക് അവിടെ ഒരു യൂണിറ്റ് ഉണ്ട് അല്ലെ, ആ യൂണിറ്റ് ആണ് ഈ എക്സ്ട്രാ യൂണിറ്റ് ആണ് ഈ മോഡിഫൈങ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ അല്ലെങ്കിൽ ക്വാളിഫൈങ് സബ്സ്റ്റൻസ് കേസിൽ നമ്മൾ കുറച്ച് യൂണിറ്റ് പഠിച്ചു അല്ലെ. അപ്പൊ പേഷ്യന്റ് 70 വയസ്സിന് മുകളിലാണ് എന്ന് പറയുന്ന കേസിൽ എക്സ്ട്രാ യൂണിറ്റ് ആയിട്ട് നമ്മൾ 1 ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഈ മോഡിഫൈങ് യൂണിറ്റ് എന്ന് പറയും. പിന്നെ കൺവേർഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ 15 മിനിറ്റിനും എത്രയാണ് ഡോളർ കൊടുക്കാറുള്ളത്. അപ്പൊ ആ ഡോളർ ആയിരിക്കും, ചിലപ്പോൾ അത് $100 ആയിരിക്കാം, അല്ലെങ്കിൽ $120 ആയിരിക്കാം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാൽക്കുലേഷനിൽ ആഡ് ചെയ്യണം. ഇപ്പൊ ബേസ് യൂണിറ്റ് പ്ലസ് ടൈം യൂണിറ്റ് പ്ലസ് മോഡിഫൈ യൂണിറ്റ് ഓൾ ഇൻടു കൺവേർഷൻ ഫാക്ടർ ആണ് എന്ത് നമ്മള് അനസ്തേഷ്യ ചാർജ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനിയും ഇതിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സുകൾ ഇതുപോലെ ശ്രദ്ധിക്കാണ്ട് പോകുന്ന പോയിന്റ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. താങ്ക് യു.